അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ നമ്മുടെ വീഡിയോക്ക് പ്രധാനമായി രണ്ട് പ്രത്യേകതയാണുള്ളത്. ഒന്ന്, വിശുദ്ധ മക്കയിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒന്ന്, ബഹുമാനപ്പെട്ട കൊട്ടൂക്കർ ഉസ്താദ് നമ്മുടെ അതിഥിയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഹറമിൽ നിന്ന് അവിചാരിതമായി കണ്ടുമുട്ടിയപ്പോൾ ചില വിഷയങ്ങൾ ഇവിടെ വെച്ച് സംസാരിക്കലും ചർച്ച ചെയ്യലും അഭികാമ്യമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് കുറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കുക എന്നതാണ് ഇന്നത്തെ ഉദ്ദേശം. വിശുദ്ധമായ മക്കയാണല്ലോ ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ചയുടെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് മക്കയിലാണ്. എല്ലാ അന്ധവിശ്വാസങ്ങളെയും അതുപോലെ വിശ്വാസ വൈകല്യങ്ങളെയും വിപ്ലവാത്മകമായി പ്രതിരോധിച്ച് ഇസ്ലാമിക വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുവാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും എല്ലാ അർത്ഥത്തിലും പരിശ്രമിച്ച് വിജയം കണ്ടെത്തിയത് ഈ മക്കയിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പഠിപ്പിച്ച വിശ്വാസത്തെ തകർക്കാൻ പലപ്പോഴും വിശ്വാസ വൈകല്യം സംഭവിച്ചവർ പല രൂപത്തിലും പേരിലുമൊക്കെയായി പല കാലങ്ങളിലും പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പുത്തൻവാദികളിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് കള്ളത്തൊരീഖത്തുകാരെന്ന് പേരിൽ അറിയപ്പെടുന്ന കുപ്രസിദ്ധരായ അത്തരം കക്ഷികൾ ഉണ്ടാകാറുണ്ട്. അവരില് അവരുടെ പ്രധാനപ്പെട്ട അവരുടെ വാദം, അത്തരക്കാരുടെ വാദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഈ വിലായത്ത് വലിയാണെന്ന് വാദിച്ച് അവർക്ക് പ്രത്യേകമായി കിട്ടുന്ന ഇൽഹാമിലൂടെ അവർക്ക് മാത്രം കിട്ടുന്ന ചില അറിവുകൾ, ആ അറിവുകൾ അടിസ്ഥാനപ്പെടുത്തി അത് ശരീഅത്തിന്റെ അറിവുകൾക്കത് ബാധകമല്ല എന്ന അർത്ഥത്തിലൊക്കെ ഉള്ള ചില പരാമർശങ്ങൾ നടത്തി പലപ്പോഴും നമ്മൾ പഠിച്ച ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ ചില കാര്യങ്ങൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ ഇൽഹാമുമായി ബന്ധപ്പെട്ട് അതിന്റെ വസ്തുത എന്താണ്, ഏതാണ് അവിടെ സത്യം, ഏതാണ് മിഥ്യ എന്നതിനെ കുറിച്ച് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ നന്നായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, മക്കയിൽ ഉംറ കഴിഞ്ഞ് ഇരുന്നപ്പോഴാണ് നമ്മളെ വാളക്കുളവുമായി കണ്ടുമുട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറ്റവും അധികം വിലായത്തും കറാമത്തും തരീഖത്തും ഷെയ്ഖുമൊക്കെ ആയി വാദിച്ച് വരുന്നവരുടെ ഒക്കെ ഒരു അടിസ്ഥാനവാദം അവരുടെ ഷെയ്ഖിന് ഇൽഹാം കിട്ടുന്നു, കശ്ഫ് കിട്ടുന്നു, അങ്ങനെ അറ്റമില്ലാത്ത അറിവുകൾ ലഭിക്കുന്നു, അത് മുഖേനയാണ് ഞങ്ങളെ തർബിയത്ത് നടത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങള് ഉലമാ അവരിൽ നിന്ന് ഇന്നിയും കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയുമ്പോൾ തിരിച്ചവർക്ക് പറയാനുള്ള മറുപടി ഇതാണ്: ഇതൊക്കെ ഇൽഹാമിലൂടെ കിട്ടുന്നതാണ്, കശ്ഫിലൂടെ ലഭിക്കുന്നതാണ്, ഇതൊന്നും കിതാബുകളിലോ ഇമാമുമാരിലൂടെയോ ലഭിക്കുന്നത് അല്ല എന്ന ഒരു പോയിന്റാണ് സാധാരണ എല്ലാ ആളുകളും അവകാശപ്പെടാറുള്ളത്. ഇൽഹാം കശ്ഫ് എന്ന് പറയുന്നത് രണ്ട് കാര്യമുണ്ട് അവിടെ. ഇസ്ലാമിലെ ഇൽഹാം യാഥാർത്ഥ്യമാണ്, കശ്ഫ് യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിൻ ഉമ്മത്തി മുഹദ്ദസീന ഒരു ഹദീസിൽ, മറ്റൊരു സ്ഥലത്ത് മുകല്ലമീന, മറ്റൊരു റിവായത്തിൽ മുൽഹമീന. എന്റെ ഉമ്മത്തിൽ ഇൽഹാം ലഭിക്കുന്നവരുണ്ട്, അള്ളാഹുവിനിൽ നിന്ന് ഹദീസ് ലഭിക്കുന്നവരുണ്ട്, അവരിൽ നിന്ന് കശ്ഫ് ലഭിക്കുന്നവരുണ്ട്. വഇന്ന ഉമറ മിൻഹും, ഉമർ റളിയല്ലാഹു അൻഹു അവരിൽപ്പെട്ടവരാണ്. അൽ ഹഖ്ഖു യൻതിഖു അലാ ലിസാനി ഉമർ. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കശ്ഫ് ഇൽഹാം അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഇസ്ബാത്ത് ചെയ്യുന്നതാണ്, ഇമാമുമാരൊക്കെ ഇസ്ബാത്ത് ചെയ്തതാണ്. പക്ഷെ അതേ ഇമാമുമാര് തന്നെ പറഞ്ഞു, അള്ളാഹുവിൽ നിന്ന് ഉള്ള കശ്ഫ് ഇൽഹാമും പിശാചിന്റെ ഭാഗത്തിൽ നിന്ന് ഖവാത്തിറുകൾ ആളുടെ മനസ്സിൽ തോന്നിപ്പിക്കും. ഹവൻ നഫ്സിന്റെ ഭാഗത്തിലൂടെ ഇങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടാവും. അതുപോലെ മലക്കിന്റെ ഭാഗത്തിൽ നിന്നുണ്ടാവും. അങ്ങനെ 4 ഖവാത്തിർ ബഹുമാനപ്പെട്ട അയിമത്തുകൾ
തസൂഫിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ് ഈ കശ്ഫ് ഇൽഹാം എന്നുള്ളത് വിധിരക്തമാകുന്നത് തിരിച്ചറിയുന്ന മാനദണ്ഡവും അവർ പറഞ്ഞിട്ടുണ്ട്. ആ മാനദണ്ഡം ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീന ബിത്തസൗഫാണ്. ഇമാം നബി ഇബ്നു ഹജർ തങ്ങൾ ഫുഖഹാന്റെ കിതാബുകളൊക്കെ മുത്താല ചെയ്തിട്ട് അതിനൊരു തീർപ്പ് കൽപ്പിച്ചതുപോലെ മുൻകാലത്തുള്ള തസൗഫിന്റെ ഉലമാന്റെ ശുയൂഖുമാരുടെ ഒക്കെ കിതാബുകൾ അതിലൊക്കെ ഇത്തിലാലുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ തന്റെ യവാഖീത്തില് അതുപോലെ മീദാനില് തൊബക്കാത്തില് മിനനുൽ കുബറിന്റെ ഇവിടൊക്കെ മുഖദ്ദിമയിലും ഊന്നി പറയുന്ന ഒരു കാര്യമാണ് ഇൽഹാം. അത് ഇതാ വാഫക്ക ശരിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിതകാലത്ത് പഠിപ്പിച്ച ഒരു ആശയമുണ്ട്, ദീനുണ്ട്. ആ ദീനിന്റെ ആശയം സ്വഹാബത്ത് അയിമ്മത്തിലൂടെയാണ് നമുക്ക് കൈമാറി കിട്ടിയത്. അത് രണ്ട് രൂപത്തിലാണ് കൈമാറി കിട്ടിയത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഞാൻ അടുത്തതിൽ വിശദീകരിക്കാം. ആ അയിമ്മത്തിലൂടെ കൈമാറി കിട്ടിയ ദീനിന് വിപരീതമായിട്ടാണ് ഒരാൾക്ക് ഇൽഹാം കിട്ടിയതെങ്കിൽ ആ ഇൽഹാം കൊണ്ട് അമല് ചെയ്യാനോ അത് സ്വീകരിക്കാനോ പാടില്ല, ഹറാമാണ് എന്ന് ഇമാം പറയുന്നു. അതേ സമയത്ത് അതുകൊണ്ട് ശരീഅത്തിന്റെ ഇൽമിനോട് യോജിച്ചു വന്നതാണെങ്കിൽ അതവന് സ്വീകരിക്കാവുന്നതും പറയാവുന്നതുമാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്, ചിലർ ചോദിക്കുന്നത് ശരീഅത്തിനോട് യോജിച്ചതാണെങ്കിൽ പിന്നെ ഒരു ഇൽഹാമിന്റെ ആവശ്യം എന്താണ്? അത് ഇൽഹാം കൊണ്ട് എന്തൊക്കെയാണുള്ള ലക്ഷ്യങ്ങൾ? ഒരാൾക്ക് ഇൽഹാം അള്ളാഹു നൽകുന്നതിൽ ഒന്ന് അദ്ദേഹത്തെ ഇക്റാം ചെയ്യുക എന്നൊരു സംഗതിയുണ്ട്. യഥാർത്ഥത്തിൽ അത് കറാമത്തിന്റെ ഭാഗം, ഇക്റാം ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന് തബ്ശീറാണ്, ഒരു സന്തോഷ വാർത്ത അറിയിക്കലാണ്. ചില സമയത്തെങ്കിലും ചില വിഷയങ്ങൾ അങ്ങനെ ഇൽഹാം ഉണ്ടാകുന്നത് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് പ്രചോദനം നൽകാൻ വേണ്ടിയാണ്, ഭാവിയിൽ ഒരു പ്രചോദനം ഉണ്ടാകും. ഇങ്ങനെ പല ഉപകാരങ്ങൾ ഇൽഹാമിന് ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട അയിമ്മത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തില് ഇമാം അഹമ്മദ് സർഹിന്ദി അൽ ഫാറൂഖി മുജദ്ദിദ് അൽ ഫിസാനി അദ്ദേഹത്തിന്റെ പ്രധാന ഉപദേശങ്ങളിലൊക്കെ ഉള്ളത് ഇൽഹാം ശരീഅത്തിന്റെ ഇൽമിനോട് യോജിക്കുന്നില്ല എങ്കിൽ കീദശഅറത്തിൻ ഒരു തലമുടിയുടെ അത്ര പോലും അതിന് വസിനില്ല, അതിനെ യുർമ, അതിനെ എന്ത് ചെയ്യണം, എറിയപ്പെടണം എന്ന് തന്നെ പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം പറഞ്ഞിട്ട് അതിനെ ദുരുപയോഗം ചെയ്യാറുണ്ട് ഇത്തരം ഈ വ്യാജന്മാരായ ആളുകൾ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തിന് എതിരായിട്ട് ഖദർ എന്നവര് ചില കാര്യങ്ങൾ ചെയ്തു. ആ ചെയ്തപ്പം അത് എനിക്ക് ഇൽഹാമിലൂടെ ലഭിച്ചതാണ് ഖദർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഔലിയാക്കൾക്കുള്ള ഇൽഹാം ശരീഅത്തിനോട് യോജിച്ചു കൊള്ളണമെന്നില്ല, അതുമായിട്ട് ഔലിയാക്കൾ അളക്കാൻ വരണ്ട എന്ന് അക്കാലഘട്ടത്തില് വ്യാജന്മാര് പറഞ്ഞതിനെ നഖശികാന്തം ശക്തിയുക്തം എതിർത്തുകൊണ്ട് ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു കാണാം. അള്ളാഹുവിന്റെ ദീന് അറിയാനും ആചരിക്കാനും വഹീന്റെ ഇൽമിലൂടെ അല്ലാതെ ഇൽഹാമിലൂടെ അതിനെതിരായിട്ട് വേറെ ലഭിക്കുന്നുണ്ട് എന്ന് വല്ലവനും വാദിച്ചാൽ നുബുവത്ത് വാദിക്കുന്നത് പോലെയാണ്. അവനെ യുക്തലു ലാ യുസ്തതാബു, തൗബ ചോദിക്കാതെ തന്നെ കൊല്ലണം, അത്രയും വലിയ കുഫറാണത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ അക്കാലഘട്ടത്തിൽ നടന്ന വ്യാജന്മാരെ എതിർത്തുകൊണ്ട് പറഞ്ഞത് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതേ ആശയമാണ് ഇന്ന് ഈ വ്യാജ ഔലിയാക്കൾ, ഷെയ്ഖുമാര്, മുരീദുമാരെന്ന് പറയുന്നവര് അവർ ചെയ്യുന്ന ശറഈന് നിരക്കാത്ത കാര്യങ്ങളെ ഉലമായി ചോദ്യം പറയുമ്പോ നേരെ അന്ന് പറഞ്ഞിരുന്ന ആ പഴയ വാദങ്ങൾ ഇന്ന് പുതിയ കുപ്പിയിലാക്കിയിട്ട് അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല എന്ന് പറയുന്ന ഈ വാദം കടുത്ത കുഫറിന്റെ വാദമാണ് എന്നാണ് അയിമ്മത്തുകൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ വ്യാജന്മാരെ തിരിച്ചറിയാൻ സാധാരണക്കാർക്ക് ഏറ്റവും നല്ല ഒരു മാർഗം ഇവര് കശ്ഫും ഇൽഹാമും വാദിച്ചുകൊണ്ട് ഞങ്ങൾ അതിലൂടെ കിട്ടുന്നതാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടോ അവിടെ നമുക്ക് ഉറപ്പിക്കാം ഇത് വ്യാജന്മാരാണ്. ഈ അടുത്ത കാലത്ത് ഞാന് ഇപ്പോ ഈ പ്രസിദ്ധമായിട്ട് ഒരു വിഷയം നടന്നു, ഒരു ത്വരീഖത്തുമായി ബന്ധപ്പെട്ട്. ഞങ്ങൾ ത്വരീഖത്തല്ല ദഅവത്താണെന്നൊക്കെയാണ് അവര് പറയാറുള്ളത്. ഞാൻ അവരുമായി സംസാരിച്ചിരുന്നു.
അപ്പൊ എന്നോട് അതിന്റെ ആള് പറഞ്ഞത് പിന്നെ ഇൽമു വേറെ ഹിക്മത്ത് ഇൽഹാമു വേറെ, അത് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതാണ്, കിതാബിന്ന് കിട്ടുന്നതല്ല. ഇതേ വാദമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ തൊട്ട് കുറച്ചു കാലം മുന്നേ ദസൂക്കി ഇമാമിന്റെ പേരിൽ ഒരു ത്വരീക്കത്ത് ഇവിടെ വന്ന് നമ്മുടെ കേരളത്തിൽ പ്രസിദ്ധനായ ഒരാളാണ്. അദ്ദേഹത്തോട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാക്കളൊക്കെ സംസാരിച്ചു. ഞാനും അദ്ദേഹത്തിനോട് വ്യക്തിപരമായിട്ട് സംസാരിച്ചു. അദ്ദേഹവും അന്ന് അവകാശപ്പെടുന്നത് മാലാനിഹായ ഇൽമു ഞങ്ങളെ ഷെയ്ഖിന് ലഭിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള ഖുർആാനിന്റെ ഉത്സാരങ്ങളും ഇതൊന്നുമല്ല, തഫ്സീറുകളൊന്നുമല്ല, അതിനേക്കാൾ വലിയ ഉത്സാരങ്ങൾ അദ്ദേഹത്തിന് കശ്ഫിലൂടെ ലഭിക്കുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തത് അവകാശപ്പെടുന്നത്. അതുപോലെ ഇപ്പൊ ഒരു ഗോഹർ ഷോഹി എന്ന് പറഞ്ഞിട്ട് അവരുടെ വാദം അങ്ങനെ തന്നെ. ഇന്നുള്ള തഫ്സീറുകളും മറ്റൊന്നും എന്തല്ല ശരിയല്ല. ഷെയ്ഖിന് ഇങ്ങനെ നേരെ എന്ത് ചെയ്യാണ്, അർഷിൽ നിന്ന് ഇങ്ങനെ ലഭിക്കുകയാണ്. അപ്പോ ഈ ഒരു വാദം ശരിയല്ല. അതിന് ഉദാഹരണമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് എന്ത് ചെയ്യാണ്, അത് കൃത്യമായിട്ട് ഇതാണ് ഈ വ്യാജന്മാരുടെ എല്ലാവരുടെയും അടിത്തറ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു കുത്തുബാണെന്നുള്ള ആർക്കും തർക്കമില്ല. വലിയില്ലാഹി ബിലാ നിസാർ എന്നാണ് ഇബ്നു ഹജർ തങ്ങൾ തന്നെ പറഞ്ഞിരുന്നത്, തൗഫീൽ പറഞ്ഞിരുന്നത്. അങ്ങനത്തെ നബി ഇമാം റളിയല്ലാഹു അൻഹു മിൻഹാജില് ഒരു ഇബാറത്ത് പറഞ്ഞു, സൗമു ബാബു സൗമില് മാസം കാണുകയോ അല്ലെങ്കിൽ ഷൈബാ 30 പൂർത്തിയാകണോ വേണം എങ്കിലേ നോമ്പ് ആരംഭിക്കാൻ പാടുള്ളൂ. അവിടെ മാസം കാണണം എന്നുള്ളിടത്ത് നഗ്നനേത്രം കൊണ്ട് കാണണം. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കശ്ഫിലൂടെയോ ഇൽഹാമിലൂടെയോ ഒരു വലിയ യഥാർത്ഥ മഷ്ഹൂറുൽ വിലായത്തുള്ള ആള് തന്നെ അദ്ദേഹത്തിന്റെ കറാമത്തിന്റെ കണ്ണുകൊണ്ട് ഞാൻ മാസം കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, നോമ്പ് സ്വീകരിക്കാനോ ഖാദി ഹുക്കുമ് ചെയ്യാനോ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്ത് ഉണർവിൽ നമുക്ക് പഠിപ്പിച്ചതിനെതിരാണിത്. സൂമുലു റുയത്തി വഅഫ്തിറു റുയത്തി എന്നാണ് പറഞ്ഞത്. അതിന് വിരുദ്ധമായിട്ട് എന്റെ കറാമത്തിന്റെ കണ്ണുകൊണ്ട് എനിക്ക് കശ്ഫിലൂടെ ഞാൻ മാനത്ത് ബാലചന്ദ്രനെ കാണുന്നു എന്ന് പറഞ്ഞാൽ തന്നെ, ആര് പറഞ്ഞാൽ, മഷ്ഹൂറുൽ വിലായത്തുള്ള ഒരാള് പറഞ്ഞാൽ തന്നെ അത് ശറയിൽ സ്വീകാര്യമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് കാണാം. അതിലപ്പുറം പിന്നെന്ത് വേണം തെളിവ്? അത് തന്നെയാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇത്തരം വ്യാജന്മാർ എക്കാലഘട്ടത്തിലും വാദിച്ചിരുന്നത് ഇത് തന്നെയാണ്. ഇന്നും ഇത് തന്നെയാണ് വാദിക്കുന്നത്. കുരുവട്ടൂരിസം പോലുള്ള വ്യാജ ത്വരീഖത്തുകാരുടെയൊക്കെ നിരന്തര വാദത്തിന്റെ അടിസ്ഥാനം ഇത് തന്നെയാണ്. ശരീഅത്തുൽ ഇസ്ലാം നോമ്പ് നിർബന്ധമാണെന്ന് പറഞ്ഞു. പക്ഷേ ഷെയ്ഖിന് നോമ്പ് വേണ്ട, ഷെയ്ഖ് തന്ന വെള്ളം കുടിച്ചാലും ഭക്ഷണം കുടിച്ചാലും നോമ്പ് മുറിയൂല. അതുപോലെ ഷെയ്ഖിന് നിസ്കാരം വേണ്ട. ഇതൊക്കെ ലോഹിറു ശരീഅത്താണ്, മറ്റതൊക്കെ ബാത്തിനിയായ ഇൽമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആളുകളെ വഞ്ചിക്കല്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ലോഹിറു ശരീഅത്ത്, നമ്മുടെ ശരീഅത്തിന്റെ അഹ്കാമുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് മഹാന്മാരായ അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളായ ഇമാമുകളെയാണല്ലോ. ഇപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുപോലുള്ള 4 മദ്ഹബുകളുണ്ട്, ഷാഫി മദ്ഹബ് അടക്കം. അങ്ങനെയുള്ള ഇമാമുകള് ഇവർ യഥാർത്ഥത്തിൽ അഖ്താബുകളുടെയും താഴെയാണോ, അല്ലെങ്കിൽ മഹാന്മാരായ ഔലിയാക്കൾ അവരിൽ നിന്നും ഈ വിലായത്ത് ലഭിച്ചവരല്ലേ, അല്ലെങ്കിൽ അവരുടെ ഈ ഇജ്തിഹാദിനപ്പുറാണോ ഇത്തരത്തിലുള്ള കശ്ഫ് ഇൽഹാമ് എന്നുള്ളതാണ് പറയുന്നത്. ഇതും രണ്ടാമത്തെ ഇവരുടെ ശക്തമായ ഒരു വാദം, ഈ പേക്ഷ ത്വരീഖത്തുകാരുടെ ഒക്കെ വാദത്തിന്റെ രണ്ടാമത്തെ ഓരോ പോയിന്റ്, അയിമ്മത്ത് മുജ്തഹിദുകളൊന്നും അവരൊക്കെ ലാഹിരി ബാഹ്യമായ ശരീഅത്തിന് നിയമം അറിയാം എന്നല്ലാതെ തസവുഫോ കശ്ഫോ ഇൽഹാമോ ഒന്നും അവർക്കില്ല. ഇങ്ങനെ പൊതുജനങ്ങളെ സാധാരണക്കാരെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു ഏർപ്പാട് ഇവർക്കുണ്ട്. ഇത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇമാം ഷെഹറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ലവാഖീത്ത് വൽ ജവാഹിറിലും അതുപോലെ തന്നെ മീസാനിന്റെ തുടക്കത്തിലും വളരെ കെണിച്ചമായി ആ വാദത്തിന്റെ അടിവേര് തന്നെ അറുത്ത് കളയുന്നുണ്ട്. മഹാനവർ പറയുന്നുണ്ട്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ലോകത്തെ എല്ലാവരും സമ്മതിച്ചതാണ്. ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു ഫത്താവുൽ ഹദീസിൽ കാണത്തക്കത്തബ കുതുബാണ്. അതുപോലെ തന്നെ ഇമാം നബി റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബിലെ പിന്നെ താഴെ പിന്നെ വരുന്ന ഒരു ഇമാമാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു, ഒരു കുതുബാണ്. അങ്ങനെയുള്ള മഹാന്മാരെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് യവാഖീത്തില് ബഹുമാനപ്പെട്ട ഇമാം ഷെഹറാനി റളിയല്ലാഹു അൻഹു പറയുന്ന ഇബാറത്ത് തന്നെ കാണാം. പരിശുദ്ധ ഖുർആനിൽ അയിമ്മത്ത് അല്ലാഹു തആല മുജ്മലാക്കി കുറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ഇജ്മാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബയാനില്ലെങ്കിൽ നമുക്ക് ദീൻ എന്താ മനസ്സിലാവില്ല.
അതുകൊണ്ടാണല്ലോ നബിനോട് ലി തുബയ്യിന ലിന്നാസി, ഖുർആനില് മുജ്മൽ ഉള്ളത് കൊണ്ടാണല്ലോ ലി തുബയ്യിന ലിന്നാസി എന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി നമുക്ക് ബയാൻ ചെയ്തതാണ്. ആ ലൗലാ ബയാനു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അജ്മലല്ലാഹു ഫിൽ ഖുർആനി മാ ഹദൈനാ ഇല ദീനി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ് ഇമാം ഷറഹി. എന്നിട്ട് പറയാണ് ഹദീസിലും അങ്ങനെ മുജ്മലുണ്ട്. അത് മുജ്തഹിദുകൾക്ക് വേണ്ടി അല്ലാഹു തആലാന്റെ അങ്ങനത്തെ നിശ്ചയാണിത്. ഖുർആനില് മുജ്മൽ ഉണ്ടാവലും ഹദീസിൽ മുജ്മൽ ഉണ്ടാവലൊക്കെ അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. മറ്റൊരു ഹദീസിൽ ഫൈദാ ജാഅഹും അംറുൻ മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബിഹി വലൗ റദ്ദൂഹു ഇല റസൂലി വ ഇല ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. ഇത് അല്ലാഹുവിന്റെ ഒരു മുൻനിശ്ചയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലൗലാ ബയാനുൽ മുജ്തഹിദീന ഔ ഇസ്തിംബാത്തുൽ മുജ്തഹിദീൻ, മുജ്തഹിദുകളായ ഗവേഷണപ്പെടുക്കളായ അയിമ്മത്തുകളുടെ ഇസ്തിംബാത്ത് കൊണ്ടുള്ള ബയാന് ഖുർആനും ഹദീസിനും ഇല്ലായിരുന്നെങ്കിൽ ദീനെന്താ നമുക്ക് എന്ത് ചെയ്യില്ല, അറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിർത്തിയില്ല. പിന്നെ പറയും മുജ്തഹിദുകളായ ഇമാമുമാരും അവര് മത്തിനങ്ങനെ പറഞ്ഞു വെക്കേ ചെയ്യുള്ളൂ. കായിദകൾ ഉസൂലുകളാണ് അവര് പറയാ. ആ ഖവായിദ് ഉസൂലുകളെ ബയാൻ ചെയ്യാൻ വേണ്ടി മാത്തിനീങ്ങൾ വരണം. അങ്ങനെയാണ് ഇമാം നബി റളിയല്ലാഹു അൻഹുവിനെ പോലെ, അതുപോലെ തന്നെ ഷാഫി അസ്ഹാബുമാര്, അബു ഹനീഫ ഇമാമിന്റെ സാഹിബാനികൾ, അങ്ങനെ അവര് മുജ്തഹിദുകളായ അയിമ്മത്തിന്റെ ഉസൂൽ ഖവായിദ് വെച്ചുകൊണ്ട് നമുക്ക് ദീന് ബയാൻ ചെയ്തു തന്നിട്ടില്ലെങ്കിൽ നമുക്കത് ലഭിക്കൂല. ദീൻ എന്താണ് നമുക്ക് തിരിയില്ല. അവിടെ നിർത്തിയില്ല. മാത്തിനീങ്ങളത് ഷാരിയങ്ങൾ എന്ത് ചെയ്യണം, ബയാൻ ചെയ്യണം. അതുകൊണ്ടല്ലേ ശുറൂഹുകൾ ഇസ്ലാമിക ലോകത്തുള്ളത്. അത് അഖീദക്കുമുണ്ട്, ഫിഖീനുണ്ട്. കേവലം കർമ്മശാസ്ത്രം മാത്രമല്ല, വിശ്വാസ വചന ശാസ്ത്രങ്ങളിൽ തന്നെ അശ്അരി ത്വരീഖത്തിൽ എത്ര ഇമാമുകൾ പന്നുകെട്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അപ്പൊ ആ ശാരിഹിങ്ങളുടെ ബയാനില്ലെങ്കിൽ നമുക്ക് ദീൻ തിരിയില്ല. അവിടെയും നിർത്തിയില്ല ഷഹറാനി ഇമാമ്. മൂപ്പർ വീണ്ടും പറയാണ് ലൗലാ ബയാനുൽ മുഹസ്സിൻ, ഹാഷിയക്കാരുടെ ബയാനില്ലെങ്കിൽ നമുക്ക് ഷറഉം തിരിയില്ല. എന്നിട്ട് മൂപ്പർ പറഞ്ഞു വഅലുമ്മ. ഇങ്ങനെ ഉലമാഇന്റെ ഈ ശൃംഖല കാലകാലം നിലനിന്നിട്ടില്ല എങ്കിൽ അവാമിന് ദീൻ എന്താണെന്ന് ചെയ്യില്ല, മനസ്സിലാകുമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മഹാനവർകൾ പറയുന്നുണ്ട്. ചില അല്പന്മാര് വിചാരിക്കുന്നുണ്ട് ഈ മുജ്തഹിദുകളായ ആളുകൾക്കും അതുപോലെ അവരെ തുടർന്ന അസ്ഹാബുകൾക്കും ഈ ഉലമാഇനും കശ്ഫും ഇൽഹാമൊന്നും ഇല്ല എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് മഹാനതിന് തെളിവ് പറയാണ് അയിമ്മത്ത് മുജ്തഹിദുകൾ മുഴുവനും അവരുടെ ഇസ്തിംബാത്ത് കൊണ്ട് കിട്ടിയ അറിവുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരതുമായി തലക്കി എന്നാണ് പറയുന്നത്. അവരെ അർവാഹു മുഖേനയോ അല്ലാതെയോ അവർ നബിയുമായി ഇജ്തിമായി ചെയ്ത് നബിയോട് ഇത് മുഷാവറ നടത്തി ഇത് ശരിയാണോ അല്ലേ, അങ്ങനെ നബിയുടെ ഇഖ്റാറില്ലാതെ ഒരു മുജ്തഹിദും മാ ദവ്വന വമാ ഇസ്തദാന, അവര് കിതാബുകൾ രചിക്കുകയോ അതുകൊണ്ട് അവര് ദീനായിട്ട് അതിനെ ആചരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് തീർത്തും ആരാ പറയുന്നത്, ബഹുമാനപ്പെട്ട ഷഹറാനി ഇമാമ പറയുന്നത്. എന്നിട്ട് മഹാനവറുകൾ പറയാണ് അങ്ങനത്തെ എല്ലാ ഉലമായിലും കശ്ഫും ഈ അയിമ്മത്തുകൾക്കൊക്കെ കശ്ഫുകളും ഇൽഹാമുകളും നബിയുമായിട്ടുള്ള തലക്കികളും ഇല്ലാതെ ഈ ഉലമ ഒന്നും ഇൽമ എന്ത് ചെയ്തിട്ടില്ല, തദ്വീൻ ചെയ്യുകയോ ദീനായിട്ട് അതിനെ പ്രഖ്യാപിക്കുകയോ ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് മുപ്പര് പറയാണ്. എന്നല്ല അൽ ഉലമാഉ വറസത്തുൽ അംബിയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അയിമ്മത്ത് മുജ്തഹിദുകളും അവരെ ഫോളോ ചെയ്യുന്ന ഷാരിയങ്ങളും മാത്തിനീങ്ങളുമാണ്. അവരാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇൽമുൽ ഹാലും ഇൽമുൽ മഖാലും വിറാസത്തെടുത്തത്. അപ്പൊ അൽ ഉലമാഉ വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞാൽ ഈ വ്യാജന്മാര് പറയാറുണ്ട് അത് തസൂഫിന്റെ ആളുകളാണ്. യഥാർത്ഥത്തിൽ ഓര് പറയുന്ന തസൂഫന്നെ അവരിലുണ്ടാവില്ല. അതേ സമയത്ത് ഈ അയിമ്മത്ത് മുജ്തഹിദുകളാണ്. തസൂഫിന്റെ ഇൽമും അവർക്കുണ്ട്, കശ്ഫിന്റെ ഇൽമുണ്ട്, അതുപോലെ തന്നെ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തലക്കിയും കിട്ടുന്നുണ്ട്. അതുപോലെ നബിയുടെ ജീവിതകാലത്ത് പഠിപ്പിച്ച പിന്നെ നമ്മുടെ ദലീലുകൾ ഖുർആനും ഹദീസും ഇസ്തിംബാത്ത് ചെയ്ത അറിവുണ്ട്. അങ്ങനെ ഇൽമുൽ മഖാലും ഇൽമുൽ ഹാലും ഈ അഹ്വാൽ രണ്ടും വിറാസത്തെടുത്ത് ജമ്മു ചെയ്തവരാണ് അയിമ്മത്ത് മുജ്തഹിദുകൾ. അവരെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ അൽ ഉലമാഉ വറസത്തുൽ അംബിയ എന്നുള്ളത് ഫിറ്റാവുകയുള്ളൂ എന്ന് ആരാ പറയുന്നത്, ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു യവാഖീത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മീസാനിന്റെ തുടക്കത്തിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇതിനെ പറ്റ മൂടി വെച്ചുകൊണ്ടോ അറിവില്ലാതെയോ
ഈ തസൂഫ് വാദിക്കുന്ന വിലായത്ത് വാദിക്കുന്നവർ പറയും അല്ലുലമാ വറസത്തുൽ അംബിയാ ഈ ഉലമാ ഒന്നുമല്ല, അതുപോലെ മുജ്തഹിദുകളൊന്നുമല്ല, അത് നേരെയുള്ളത് അർശിൽ നിന്ന് നെറ്റത്ത് ഇവരെ കൽബിലേക്ക് ഇങ്ങനെ വീടുന്നവരാണ് എന്ന് അവകാശപ്പെട്ട് അതിനെ അടിവേര് അറുത്ത് കളയുകയാണ് ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഈ വാർത്തകൾ ധാരാളം ഉണ്ട്. ഞാനത് വിശദീകരണ ദൈർഘ്യം പറയുന്നിട്ട് അത് നിർത്തിയത്. എന്നിട്ട് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അയിമ്മത്ത് മുജ്തഹിദുകൾക്ക് കശ്ഫി ഇല്ലാമും തലക്ക് ഉണ്ടാന്ന് പറയുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അതിൽ സംശയിക്കേണ്ട. കാരണം അവരെക്കാൾ എത്രയോ ദർജ താഴുന്ന ഔലിയാക്കളെന്ന് നമ്മൾക്ക് അറിയുന്ന മഷൂറായ പല ആളുകൾക്കും കശ്ഫി ഇല്ലാമുണ്ട്, നമ്മൾ സമ്മതിക്കുന്നുണ്ട്. അവര് ഈ മുജ്തഹിദുകളെക്കാൾ എത്രയോ താഴെയാണെന്ന് പറഞ്ഞിട്ട് 10ഓളം ആളുകളുടെ പേര് അതിൽ ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന് അടക്കം പേര് കൊടുക്കുന്നുണ്ട് ഷഹറാനി ഇമാം. അത്തരം ആളുകളെക്കാൾ അപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്ന അഖ്താബുൽ അർബ അല്ലെങ്കിൽ അഖ്താബുൽ ഹംസ അതിൽപ്പെട്ട ഒരാളാണ് ഇബ്രാഹിം ദസൂഖിയും. അങ്ങനത്തെ ആളെ പേര് വരെ കൊടുത്തിട്ട് ഇവരെക്കാൾ എത്രയോ ഉയരത്തിലാണ് അയിമ്മത്ത് മുജ്തഹിദുകൾ എന്നും അവര് പിന്നെ ദീന് ഈ നിലക്ക് അല്ലാതെ ഇവിടെ ഒരു മസലയും പറഞ്ഞിട്ടില്ല, അതാണ് പിൻപറ്റാൻ ഏറ്റവും അഹക്ക് എന്നും ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു. അപ്പൊ നമ്മള് യഥാർത്ഥത്തില് കശ്ഫില്ലാമുള്ള കുത്തുബുമാരായ ആളുകള് വറയിന്റെ രംഗത്തും സുഹിദിന്റെ രംഗത്തും അങ്ങേ അറ്റമെത്തിയ ആളുകളാണ്. മദ്ഹബിന്റെ ഇമാമുകളിൽ ഏറ്റവും താഴെ എന്ന് പറഞ്ഞാൽ ഈ ഷാഫി ഇമാമിന്റെ ശിഷ്യൻ കൂടിയായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം തന്നെ ഈ രൂപത്തിലാണ്. 10 ലക്ഷത്തിലധികം ഹദീസുകൾ. അപ്പൊ ഇൽമുൽ മക്കാലി അത് മുഴുവനും അവർക്കുണ്ട്, ഹിഫ്ളുണ്ട്. അതോടൊപ്പം വറയിലും അതുപോലെ ദുഹിദിലൊക്കെ അവരെ 4 അയലത്ത് പോലും ഈ നേരത്തെ പറയുന്നവരെത്തില്ല. അത് ഓരോ മോശമല്ല, നമ്മളെ മോശമാക്കിയല്ല. മാത്രല്ല ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ ദാവൂദ് തോയി ഇങ്ങനെ തുടങ്ങി വന്ന് അവര് ഈ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദുമാരാണ്. അതുകൊണ്ടാണ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്നെ ഷാഫിയ്യ ബസിർത്തൽ ഹംബലിയ്യ ബിലാ ഹജ്രിന ലിതഹത്തഅത ബിൽ ഖൈറൈനി മുഅ്തദിലന. ഷാഫി മദ്ഹബ് അനുസരിച്ച് ചിലപ്പോൾ അമൽ ചെയ്യും, അതാ ബിലാ ഹജ്രിൻ. ഇതിനെ വെടിയാതെ തന്നെ ഹംബലി മദ്ഹബ് അനുസരിച്ച് ചിലപ്പോൾ അമൽ. എന്തിനു വേണ്ടി ലിതഹത്തഅത ബിൽ ഖൈറൈനി മുഅ്തദിലന, 2 ഖൈറുകളും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയാണ് അവരങ്ങനെ അമൽ ചെയ്തിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് പറയുന്നോട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അവരൊക്കെ വലിയ മഹാന്മാരായി കണ്ടിരുന്നവരാണ് മുജ്തഹിദുകളായ ഇമാമുമാരും അവരുടെ അസ്ഹാബുമാരും എന്നുള്ളതാണ്. ഈ കാര്യം സാധാരണക്കാര് വളരെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ 2 കാര്യങ്ങളാണ് കള്ളത്തൊരീക്കത്തുകാർ എന്ത് ചെയ്യും, ഒരു അടിസ്ഥാനം. ഇത് രണ്ടിനെയും തള്ളിയിട്ട് എന്ത് ചെയ്യുക, അവര് ആ സ്ഥാനത്ത് വിരാജിക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഏത് കള്ളത്തൊരീക്കത്തുകാർ ഏത് കാലത്ത് വന്നാലും അവരുടെയൊക്കെ അടിസ്ഥാനം ഇവിടെയായിരിക്കും ഉണ്ടാവുക. അഥവാ മഹാന്മാരായ അയിമ്മത്തും മുജ്തഹിദുകൾ അവരെ പിൽക്കാലത്ത് വന്നിട്ടുള്ള ഇമാം നബി റളിയല്ലാഹു അൻഹു, റാഫി ഇമാമിനെ പോലുള്ള, അവർക്ക് ശേഷം വന്ന ഇബ്നു ഹജർ തങ്ങൾ, ഇമാം റംലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള നേരത്തെ ഉസ്താദ് വായിച്ച ആ വിവരം, അഥവാ നമ്മുടെ ഉലമാ അയിമ്മത്തുകളുടെ വഴിയിൽ അവരുടെ വിശദീകരണങ്ങൾക്കൊപ്പം നിന്ന്, അഥവാ ശരീഅത്തുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ ശരിയായ വഴി. അതാണ് നേരത്തെ ഉസ്താദിന്റെ വിശദീകരണം നമ്മൾ കേട്ടു. അതാണ് യഥാർത്ഥത്തിൽ ഇൽഹാമും അതോടൊപ്പം ഇസ്തിംബാത്തും രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് ഇനി അതിൽ ഒരു തെറ്റ് ഉണ്ടാവുക എന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത ഏറ്റവും സുരക്ഷിതമായ വഴി എന്നത് ഇമാമുകളെ പിന്തുടരണം. എന്നാൽ ഈ ശരീഅത്തുൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ മറികടന്നിട്ട് പലപ്പോഴും ഇസ്ലാം വിരുദ്ധമാക്കി ഹറാമ് പോലും ചെയ്യുന്നവരാണ് ഈ കള്ളത്തൊരീഖത്തുകാർ. ഇപ്പോ ഈ കുരുവട്ടൂരിസം അവർ വാദിക്കുന്ന ഒരു വിഷയമുണ്ട്. ഇപ്പൊ ഷെയ്ഖിന്റെ അടുത്ത് ആണും പെണ്ണൊന്നൊരു പ്രശ്നമല്ല. ഒരു അന്യ പെണ്ണിനെ ഷെയ്ഖിന്റെ റൂമിൽ കണ്ടാൽ പോലും അത് പ്രശ്നമല്ല, അതൊരു പൂച്ചനെ കാണുന്ന പോലെ കണ്ടാൽ മതി. അതുപോലെ തന്നെ അത്തരക്കാർക്ക് നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, അങ്ങനെ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളെ പോലും നിരാകരിക്കുന്നവരാണ് ഇത്തരക്കാർ. അങ്ങനെയുള്ള ഒരുപാട് കള്ളത്തൊരീഖത്തുകാരെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ അതിന്റെ അടുക്ക് ഇപ്പൊ ഒരു കക്ഷിയെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു, അദ്ദേഹം ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് പല കാര്യങ്ങളും പറയുമ്പോ ഇപ്പൊ റസൂലുള്ള എങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ചില അവകാശവാദങ്ങൾ. അത് ഞാൻ മദീനയിൽ ചെന്നപ്പോ, ഇപ്പൊ ഈ യാത്രയിൽ മദീനയിൽ ചെന്നപ്പോ, അതിന്റെ മുമ്പ് ഞാൻ നാട്ടിൽ നിന്ന് ഇപ്പൊ ഒരാഴ്ചയായി വന്നിട്ട്, ആ വരുന്നതിന്റെ 2 ആഴ്ച മുന്നേ എനിക്കൊരാൾ വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് അയച്ചു. ഇങ്ങനെ ഒരു ഫുലാനുണ്ട് മദീനയിലും അതുപോലെ ജിദ്ദയിലും വന്ന് മൂപ്പര് നമ്മുടെ രാജ്യത്ത് ഏർവാടി ഭാഗത്തോ അവിടെ എവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അല്ലാഹു അലം, എനിക്ക് ആ വ്യക്തി അറിയില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരാള് ഇവിടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്, മൂപ്പര് പല മറിഞ്ഞ കാര്യങ്ങളും നബിയിൽ നിന്ന് ഇങ്ങനെ കണ്ണുമ്പി പറയുന്നുണ്ട്,
അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് അറിയിച്ചു. ഞാൻ പറയാം എനിക്കറിയില്ല, ഞാന് അങ്ങനെ ഒരാളെ കേട്ടിട്ടില്ല. പിന്നീട് ഞാൻ മദീനയിൽ വന്നപ്പോ ഒരു ആള്, അതൊരു ബിരുദധാരിയായ ആള് തന്നെയാണ്, എന്നോട് ഇന്നോട്ട് പറഞ്ഞു, ഉസ്താദെ പിന്നെ ഇങ്ങനെ ഒരാൾ നടക്കുന്നുണ്ട്, മദീനയിലൊക്കെ എടുക്കു വരും, എന്നിട്ട് പലരും പ്രശ്നങ്ങൾ ചെന്ന് പറയുമ്പോൾ ഇവരിങ്ങനെ കീപ്പട്ട് നോക്കി കണ്ണു പിന്നിട്ട് അല്പസമയം ഇരുന്നതിന് ശേഷം ഇങ്ങനെ എന്തോ അദ്ദേഹത്തിന് നിർദ്ദേശം കിട്ടിയതുപോലെ കണ്ണ് തുറന്നിട്ട് പറയും, നിന്റെ കാര്യം നബി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ രണ്ട് കാര്യത്തിന് രണ്ടാളുകളോട് ഇയാൾ പറഞ്ഞത് രണ്ടും നേരെ വിപരീതമായിട്ടാണ് എന്ത് ചെയ്തത്. സാധാരണക്കാരായ ആളുകളോട് അദ്ദേഹം പറഞ്ഞു. ആ സാധാരണക്കാരായ ആളുകൾ വന്നിട്ട് നബി ഇങ്ങനെ പറഞ്ഞു എന്നത് നേരെ തിരിച്ചാണല്ലോ ഇത് വന്നത്, എവിടെ ഇതിന് പെശക് വന്നത് എന്ന് ഈ ബിരുദധാരിയായ ആളോട് പറഞ്ഞു. അങ്ങനെ അവരുടെ തന്നെ ദീനിന് തന്നെ അവർ എന്തെങ്കിലും ഒരു കോട്ടം വരുന്ന രൂപത്തിൽ എന്ത് ചെയ്തു, സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ കണ്ണ് ഇമ്പിയിട്ട് ഒരു വിഷയം നബി ഇങ്ങനെ സ്ഥിര ഇയാളെ കൂടെ ഇങ്ങനെ നടന്നിട്ട് എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ഒരവസ്ഥ. അപ്പൊ ആ ഒരു കള്ളവാദങ്ങൾ പല ആളുകളും വാദിച്ചു വരുന്ന ഇപ്പോഴുള്ള മൂന്നാമത്തെ ഒരു കാര്യമാണത്. എല്ലാവരും നബിയെ കാണും, നബിനെ സ്വപ്നത്തിലായിട്ടും യക്തത്തിലായിട്ടും കാണാം. ഇപ്പൊ ചാവക്കാട് അടുത്ത ഒരാള് പിന്നെ ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ, ഞാൻ സംസാരിച്ചപ്പോ എന്നോട് ഇക്കുമത്ത് പറഞ്ഞ വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ ഷെയ്ഖ് ആ ഭാഗത്ത് എവിടെയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ വാദം അങ്ങനെ തന്നെയാണ്. അവിടെ ഞാൻ ആ വ്യക്തിയെ കണ്ടിട്ടില്ല, എന്നോട് അനുഭവമുള്ള ആളുകൾ വന്ന് പറഞ്ഞതാണ്. നബിയെ കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് നോക്കുക എന്ന് പറഞ്ഞു, അതിലൊരു മയില് പാറി വന്നു, ഇതാണ് നബി എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ആ വിഷയം നമ്മുടെ കേട്ടപ്പോ നമ്മുടെ കേരളത്തിലെ സൂക്ഷ്മതയുള്ള വലിയ ഒരു ഉസ്താദിനോട് പങ്കുവെച്ചപ്പോ അത് കുഫറാകില്ലേ എന്ന് എന്നോട് ചോദിച്ചു. കാരണം ഇൻസാനിയത്ത് എന്ന് പറയുന്ന മക്കാമ് വലക്കത് കർറംനാ ബനി ആദം എന്നാണ്. ആ മക്കാമിന്റെ എത്ര താഴെ ഹൈവാനിയത്ത്, കേവല ഹൈവാനത്ത്, ബഹീമത്തിന്റെ സ്ഥാനം, ഫായിറുകളുടെ സ്ഥാനം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കാമിനെ തങ്കീസാക്കി കഴിഞ്ഞാൽ കാഫിറായി പോകുന്ന ഇബ്നു ഹജർ തങ്ങൾ തുഫൈൽ രിദത്തിന്റെ ബാബിൽ പറയുന്നുണ്ട്. അപ്പൊ ആ നിലക്ക് ഒരു കേവലം ഒരു തായിർ ആയിട്ട് നേരെ സാക്ഷാൽ ഒരു തായിറിനെ പറയാണ്. ആലങ്കാരികമായിട്ട് ആത്മാവിന്റെ ലോകത്ത് ഇപ്പൊ തോവൂസ് എന്നൊക്കെ പറയാം, അത് ഒരു ശൈലിയാണ് ആലങ്കാരികമായിട്ട് ആത്മീയ ലോകത്തെ പറ്റി പറയുന്നത്. അല്ലാതെ ഹഖീഖത്തൻ ഒരു തായിർ, ഒരു താവൂസ് വന്നിട്ട് ഇത് നബിയാണ് എന്ന് പറയുന്നത് അതും വ്യത്യാസമുണ്ട്. അപ്പൊ ആ നിലക്ക് വളരെ ഗൗരവമുള്ള കാര്യമാണത്. അപ്പൊ അവരുടെയും വാദം, അവരുടെ സദസ്സിൽ ഇങ്ങനെ നബി ഹാജരാകുന്നു, മനാമിലായും യക്ലത്തിലായിട്ടും അവരുടെ ഷെയ്ഖിന്റെ അടുക്കൽ നബി വരുന്നു, എന്നിട്ട് സദസ് ഇങ്ങനെ കുളിർമയാകുന്നു. ആ സദസ്സിൽ പങ്കെടുത്ത പലരും അവകാശപ്പെടുന്നത് ഞങ്ങൾ സദസ് പുറമെ വല്ല ചൂടുണ്ടാവുമ്പോഴും സദസ് തണുത്തപ്പ നബി ഹാജരായിരുന്നാണ് ഞാൻ തന്നെ പല പ്രാവശ്യം കണ്ട് എന്ന് അതിൽ പങ്കെടുത്ത സാധാരണക്കാരൻ പറഞ്ഞ ക്ലിപ്പ് എനിക്കൊരാൾ വിട്ടുവന്നു. അപ്പൊ ഈ രൂപത്തില് നബിയെ സ്ഥിരമായിട്ട് കാണാം. പിന്നെ ബുർദയുടെ പേരില് കീശ്ശേരി ഭാഗത്ത് ഒരുത്തന്നെ അങ്ങനെ അവകാശപ്പെടുന്ന ഞാൻ കിട്ടു. പിന്നെ അവരുടെ ബുർദ സദസ്സിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എത്ര 1000 തേക്കാനാണ് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിവസം 5-6 കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നബിയെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു വാദവും ഇന്ന് കേരളത്തില് സർവ്വവ്യാപകമായിട്ട് വ്യാജന്മാരായ ആളുകൾ സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി റസൂലുള്ളാഹിനെ സ്വപ്നത്തിലോ വ്യക്തിത്വത്തിലോ കാണുക എന്ന് പറഞ്ഞാൽ ആരാ ആഗ്രഹിക്കാതിരിക്കാറുള്ളത്. അപ്പൊ ആളുകളെ പിടിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈ ഒരു മാർഗം. ഇതും വ്യാജന്മാരായ ആളുകൾ ഇപ്പം സർവ്വസാധാരണയായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതും ഇമാമുമാര് മുമ്പ് അത് എന്ത് ചെയ്തിട്ടുണ്ട്. ഇമാം ഖറാഫി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പല ആളുകളും ആ വിഷയം വിശദീകരിച്ചുകൊണ്ട് തന്നെ പിശാചി പല രൂപത്തിൽ വന്നുകൊണ്ട് ഇവി സാധാരണക്കാരെ എന്ത് പറ്റിക്കും, റസൂലുള്ളാന്റെ പേര് പറഞ്ഞിട്ട് എന്നെന്ത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കളവ് പറയുമെന്ന് ഇമാമുമാര് വളരെ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സാധാരണക്കാർ ആ വിഷയം എന്ത് ചെയ്യണം, ഉദ്ബോധനം നടത്തേണ്ടത് എന്ത് ചെയ്യണം, നല്ല കാര്യഗൗരവത്തിൽ തന്നെ സാധാരണക്കാർ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ അൽഹംദുലില്ലാഹ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. പുതിയ കാലഘട്ടത്തില് സാധാരണക്കാരുടെ ഈമാൻ തെറ്റിച്ച് അവരെ കുഫറിലേക്ക് വരെ എത്തിക്കുന്ന ഒരുപാട് വാദങ്ങൾ ഇത്തരം കള്ളത്തുരീഖത്തുകാർ ഉന്നയിക്കുന്നു. അത്തരം വാദങ്ങൾ ഉന്നയിക്കാൻ അവർ അടിസ്ഥാനപരമായി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉസ്താദ് നമുക്ക് വിശദീകരിച്ചു തന്നത്. ഒന്ന് ഇൽഹാമ്, കശ്ഫ് ഇൽഹാമ് എന്ന ഒരു വാദമാണ്. അവിടെ ഉസ്താദിന്റെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കി. കശ്ഫ് ഇൽഹാം എന്നുള്ളത്
ശരീഅത്തിന് വിരുദ്ധമായ ഒരു കശ്ഫോ ഒരു ഇൽഹാമോ ഉണ്ടാവില്ല. അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതല്ല. അതുപോലെ തന്നെ ശരീഅത്തിന് വിരുദ്ധമായ ഒരു കാര്യം എനിക്ക് കശ്ഫിലൂടെ കിട്ടിയെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇൽഹാമിലൂടെ കിട്ടിയെന്ന് പറഞ്ഞാലും അതൊന്നും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. രണ്ടാമത്തെ ഒന്ന്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു എന്ന് അവകാശപ്പെട്ടു വരുന്നവരാണ്. അത് ഇവരുടെ ഒരു അടിസ്ഥാനപരമായ ഒരു വിഷയമാണ്. കാരണം റസൂലുള്ളാഹി തങ്ങൾ ആണ് എന്ന് ആര് സ്വപ്നത്തിൽ ഒരാളെ റസൂലുള്ളാഹിയാണെന്ന് പറഞ്ഞ് കണ്ടാൽ അതൊക്കെ റസൂലുള്ളാഹിയാണെന്ന് അംഗീകരിക്കണം എന്നാണ് ഇവരുടെ വാദം. അങ്ങനെ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇവരുടെ കള്ളത്തൊരി വളർത്താൻ വളരെ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം വഞ്ചനകളിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ശരീഅത്ത് അള്ളാഹുവിന്റെ ദീനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അവിടെ സ്വഹാബത്തിലൂടെ താബികളിലൂടെ അയിമ്മത്തുകളിലൂടെ ഇന്ന് നമ്മുടെ ഉലമാക്കളിലൂടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അടക്കമുള്ള നമ്മുടെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉലമായിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉലമായിനെ വിട്ടെറിഞ്ഞ് ഇത്തരം കള്ളത്തൊരീഖത്തുകാര് അവർക്ക് അവസരം കിട്ടിയാൽ നമ്മുടെ ആലിമീങ്ങളെ ചീത്ത പറയാനാണ് അവർ സമയം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഉലമായിൽ നിന്ന് പണ്ഡിതന്മാരിൽ നിന്ന് പൊതുസമൂഹത്തെ അകറ്റി അവരെ പണ്ഡിതന്മാരെ ആക്ഷേപിച്ച് നടക്കുന്ന ഇത്തരം കക്ഷികൾ നമ്മെ വഞ്ചിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. മറ്റ് നാലാമത്തെ ഒരു കാര്യമുണ്ട്. 3 കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞു. നാലാമത്തെ കാര്യം ഈ കറാമത്ത് അത്ഭുത സിദ്ധി കാണിച്ചുകൊണ്ട് വിലായത്ത് എന്ത് ചെയ്യാം അവകാശപ്പെടും. നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയത്. അതെ, അത് വാണിംഗ് കൊടുത്തിട്ടുണ്ട് ആഫിൽ ഇബ്നു അസ്തലാൻ റളിയല്ലാഹു അൻഹു ഫത്തുൽ ബാരിയിൽ. അവിടെ ഇബാറത്ത് തന്നെ മഹാനവറുകൾ പറയുന്നുണ്ട്, ഇന്നല്ലദി ഇസ്തഖറ ഇൻദൽ അമ്മ അന്ന ഖർഖൽ ആദത്തി യദുല്ലു അലാ അന്ന മൻ വഖഅ ലഹു ദാലിക മിൻ ഔലിയാഇല്ലാഹി തആല. ഖർഖുൽ ആദത്ത്, ഒരു അസാധാരണ സംഭവം ഒരാളിൽ നിന്ന് സംഭവിച്ചാൽ അത് ഔലിയാണ് എന്നുള്ളതിന് തെളിവായിട്ട് സാധാരണക്കാരെന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. വഹുവ ഖലത്തുൻ മിമ്മൻ യഖൂലു, അത് അങ്ങേയറ്റത്തെ പിഴവാണ്. എന്നിട്ട് പറയാം, ഫൈനൽ ഖാലിഖ ഖദ് യദുറു അലാ യദിൽ മുബ്തിലി, ബാത്തില് അവകാശപ്പെടുന്നവന്റെ ഭാഗത്തിലൂടെയും അസാധാരണ സംഭവം ഉണ്ടാകാം. അത് ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ അസാധാരണ സംഭവം 6 ആയിട്ട് വിശദീകരിച്ചാണ്. ബിഗിയയിൽ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ കാണാം ഈ അസാധാരണ സംഭവങ്ങള് ഖർഖുൽ ആദത്ത് സംഭവിച്ചാൽ അത് കറാമത്താണോ അല്ലേ എന്ന് വേർതിരിയാനുള്ള മാനദണ്ഡം അത് സംഭവിച്ച ആള് വലിയാണോ അല്ലേ എന്ന് നോക്കണം. അവരൊക്കെ പറഞ്ഞു. അല്ലാതെ അസാധാരണ കണ്ടാൽ വലിയാണെന്നുള്ളതല്ല. വലിയിൽ നിന്ന് വരുന്ന അസാധാരണ സംഭവത്തിനെ കറാമത്ത് എന്ന് എന്ത് ചെയ്യുള്ളൂ പറയുള്ളൂ. അല്ലാതെ ഈ അസാധാരണ സംഭവം കൊണ്ട് ഒരാൾ ഔലിയാണെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വലിയ ആരാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അതാർക്കാണ് അതിനെ തൈരീഫ് പോലും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ബില്ലാഹി എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം സയ്യിദ് ജുർജാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അയാളുടെ ജീവിതം ശരീഅത്തുമായി ബന്ധപ്പെട്ട് അഹ്ലുൽ ഖൈർ വസ്സലാഹ് ആയാൽ തന്നെയും ഖാലിഖുലായത്ത് കറാമത്തല്ല, അത് മൗനത്ത് എന്നേ പറഞ്ഞു. അതേസമയത്ത് അൽ മുജ്തനിബു അൽ മുആലിബു അല ത്വാഅത്തി അൽ മുജ്തനിബു അനിൽ മആസി അൽ മുഅരിദു അനിൽ ഇൻഹിമാക് ബിൽ ലദ്ദാത്തി വശഹവാത്തി, ഈ നിലക്ക് അദ്ദേഹം ദീനിയായിട്ട് ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് എന്ത് ചെയ്യുന്നു ജീവിക്കുന്ന നമ്മൾ കാണുന്നു. അങ്ങനെ വരുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴാണ് ഇത് കറാമത്താണോ അല്ലേ. എന്നാൽ തന്നെയും മഹാന്മാര് പറയുന്നുണ്ട്, അത്തരം വിലായത്ത് മശൂറായ ആളിൽ നിന്ന് തന്നെ ചിലപ്പോ വല്ല വാചകങ്ങളോ ഇൽഹാമിലൂടെ വല്ലതും പറയുകയാണെങ്കിൽ തന്നെയും ആ ഇൽഹാമ് പേക്കാനും സാധ്യതയുണ്ട്, വലിയന്റേത് തന്നെ. അതേസമയത്ത് നബിയുടെ വഹ്യ് പേക്കൂല, അത് ഇസ്മത്തുണ്ട്, മറ്റേന് ഇസ്മത്തില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുബീനില് ഇസ്മത്തിന്റെയും ഹിഫ്ലിന്റെയും, ഔലിയാക്കളൊക്കെ മഹ്ഫൂലിങ്ങളാണ്, ശരിയാ. ഇസ്മത്ത് എന്ന് പറയുന്നതും ഹിഫ്ല് തന്നെയാണ്. രണ്ടും വാചകം നമ്മൾ ഒന്ന് അംബിയായിന്റേതാകുമ്പോ ഇസ്മത്ത് എന്ന് പറയുന്നു, ഹിഫ്ല് തന്നെയാണ് അതിന്റെ അർത്ഥം. പക്ഷെ രണ്ടിന്റെ തൈരീഫ് ഫതുഹുൽ മുബീനിൽ പറയുന്നത് അൽ മഹ്ഫൂദു മിനദ് ദുനൂബി മാ ഇസ്തിഹാലത്തി സുദൂരി ദംബി മിൻഹു, അതാ ഇസ്മത്ത്. അംബിയായിൽ നിന്ന് ഉണ്ടാവൽ മുഹാലാണ്, ദമ്പുണ്ടാവൽ. ആ നിലക്ക് അള്ളാഹു ഇസ്മത്ത് കൊടുത്തത്. അതേസമയത്ത് ഔലിയാണെങ്കിലോ അൽ മഹ്ഫൂദ് മിനദ് ദുനൂബ് തന്നെയാണ്, പക്ഷെ മാ ഇംകാനി സുദൂരി ദംബി മിൻഹു. ഇതാണ് രണ്ടിന്റെ ഇടയിലുള്ള വ്യത്യാസം എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതുഹുൽ മുബീനിൽ ശറഹുൽ അർബഈനിൽ അത് പറഞ്ഞു. അൽ ഇബ്രീസില് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു ഇതേ വിശദീകരണം പറഞ്ഞിട്ട് പറയുന്നു, അതുകൊണ്ട് ഒന്ന് ദാത്തിയാണ്, അമ്പിയാക്കളത് ദാത്തിയാണ് ഇസ്മത്ത്, മറ്റേ ഇസ്മത്ത് അർളിയാണ്. അതുകൊണ്ട് രണ്ടിനും ഇസ്മത്ത് എന്ന് പറയാം, രണ്ടിനും ഇഫ്ള് എന്ന് പറയാം.
അവിടെയും ചിലർ തെറ്റിദ്ധരിച്ചാണ് അംബിയാന്റെ ഇസ്മത്ത് എന്ന് പറയാൻ പറ്റും. നസ്അലുക്കൽ ഇസ്മത്താണ് നമ്മള് ചാതുലിന്റെ അതിൽ ബഹർ ഇസ്ബുൻ നസറുലൊക്കെ ചെല്ലുന്നിടത്ത് നസ്അലത്തിൽ ഇസ്മത്താണ്. അത് വേറെ ദിക്റുകളൊക്കെ ഔലിയാക്കളതാണ് ഇസ്മത്ത് ചോദിക്കുന്നു. അതിലൊരാൾ പറഞ്ഞ ഇസ്മത്ത് ചോദിക്കാൻ പാടില്ല. ഒരു ഔലിയ അതിന്റെ ഔലിയാന്റെ വലിയ സ്ഥാനം ഇസ്മത്ത് ചോദിക്കാൻ പാടില്ല, അത് അംബിയാന്റെതല്ലേ. ഇസ്മത്ത് എന്നുള്ള പദത്തിന് ഇത്രേ അർത്ഥമുള്ളൂ. അതൊരു സാധാരണക്കാരോ അല്ലെങ്കിൽ ഔലിയാക്കളെ പേരിലേക്ക് ഇസ്മത്ത് ചേർത്താൻ അതിന്റെ അർത്ഥമായ ഇംകാനി സുദൂരി തമ്പി പിന്നു എന്നാണ് ഇഫ് എന്നുള്ള മൈനാക്കേ ഉള്ളൂ എന്ന് അബ്ദുൽ അദീദ് ദബ്ബാഖ് പറയുന്നുണ്ട്. അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ ഇതാണ് ഇന്ന് വ്യാജവാദികളായ ആളുകള് അവരിങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ആ അത്ഭുതം സാഹിറിൽ നിന്ന് സംഭവിക്കാം, അതുപോലെ തന്നെ മുബത്തിലിൽ നിന്ന് സംഭവിക്കാം. കള്ള നുബുവത്ത് വാദിച്ചു വന്ന മുസൈലിമത്തിൽ നിന്ന് എന്ത് ചെയ്തു? അത്ഭുതം സംഭവിച്ചു. അപ്പോ ഈ സംഗതികള് കറാമത്ത് ആവണമെന്നുണ്ടെങ്കിൽ ഇത് പ്രകടമായ ആളുടെ ജീവിത ശൈലി എന്താണെന്ന് നോക്കി വിലായത്തിന് അർഹരായ ആളാണ് എങ്കിൽ അവരിൽ നിന്ന് വരുന്നത് മാത്രമേ, അല്ലാതെ കറാമത്ത് കൊണ്ട് ഔലിയനെ എന്ത് ചെയ്യാൻ പാടില്ല, ാക്കാൻ പാടില്ല. അതിനുള്ള കാരണം പറഞ്ഞത് നുബുവത്തല്ല പിൻവലിക്കൂല, വിലായത്തല്ല പിൻവലിക്കാൻ. ഒരു കാലത്ത് ചിലപ്പോ നിങ്ങൾ ഉസ്താദ്മാരൊക്കെ അവിടെ പോയിരുന്നല്ലോ അറിഞ്ഞല്ലോ. അത് അന്ന് വിലായത്തുള്ള ആളായിരിക്കാം. പിന്നീട് അദ്ദേഹത്തെ എതിർക്കുന്നത് ആ വിലായത്ത് ഊരപ്പെട്ടു പോയിട്ടുണ്ടാവും. അത് ഉലമായിനെ അറിയുള്ളൂ വിലായത്ത് ഊരിയണോ ഇല്ലേ എന്നുള്ളത്. ഖുർആനിൽ തന്നെ അറിയില്ല, വത്തുലു അലൈഹിം നബഅ ആയാത്തിന ഫൻസലഖ മിൻഹാ. ബൽആം അർശ് കണ്ടിട്ട് ലൗഹുൽ മഹ്ഫൂദ് കണ്ടിട്ട് ഇൽമു ദർസ് എടുത്തിരുന്ന ആളാണെന്ന്, മുസ്തജാബു ദുആ ആയിരുന്നു. പക്ഷെ ശരീഅത്തിനെതിരെ ശബ്ദിച്ചു. മൂസാ നബിക്കെതിരെ എന്ത് ചെയ്തു? അല്ലാഹു തആല എന്ത് ചെയ്തു? വിലായത്ത് ഊരിയെടുത്തു. അങ്ങനെ ചിലപ്പോൾ ആദ്യകാലത്ത് വലിയ വിലായത്തോ അല്ലെങ്കിൽ തബറുക്കുള്ള ആളുകള് മശായിഖുമാരെ നമ്മൾ ഉസ്താദുമാരൊക്കെ അംഗീകരിക്കുകയും സ്റ്റേജിൽ കൊണ്ടുവരുന്നു കാണും. അതേ സമയത്ത് അവരിൽ നിന്ന് ഈ വിലായത്ത് ഊരിപ്പോയതും ഉലമാ അറിഞ്ഞപ്പം അവരെ റദ്ദ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ അംഗീകരിച്ചിടല്ലോ എന്ന് പറഞ്ഞത് എന്തില്ല. അത് സാധാരണക്കാർ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ കുറെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടുണ്ട്. കാരണം ഇത്തരക്കാർ ഇങ്ങനെ അവകാശപ്പെടാറുണ്ട്, നിങ്ങള് ആലിമ്യങ്ങൾ കുറച്ച് അവിടെ പോയിരുന്നല്ലോ ഇവിടെ പോയിരുന്നല്ലോ, ഞങ്ങളടുത്ത് ക്ലിപ്പുണ്ട് എന്നൊക്കെ. ക്ലിപ്പുള്ളതിന് അന്ന് വലിയായിരുന്നു എന്നുള്ളത് ഉലമായിന് ബോധ്യപ്പെട്ടു. പിൻവലിച്ച ഉലമായിനറിയാം. അത് ഖുർആനിലും പറഞ്ഞതല്ലേ, ഇങ്ങനെ മനസ്സിലാക്കാൻ പിന്നെ ഉള്ളത്. അതുകൊണ്ടാണ് നുബുവത്ത് ഒരിക്കലും പിൻവലിക്കൂല. ഒരു നുബുവത്തുള്ള ഒരാള് ഒരു കാലത്തും പിൻവലിക്കുന്നതായിട്ടില്ല. അതേ സമയത്ത് വിലായത്ത് എന്ത് ചെയ്യും? അല്ലാഹു തആല പിൻവലിക്കാം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് പിന്നെ പഴയ കാലത്ത് കുറെ കൊല്ലങ്ങളോലൊക്കെ ചിലപ്പോൾ നമ്മള് ചില ആളുകളെ ബഹുമാനിക്കുകയും അവരെ നമ്മളെ മശായിഖുമാരെ നമ്മളെ ഉസ്താദുമാരെ കൊണ്ടെടുക്കുകയും ചെയ്തിട്ട് പിന്നെ അതിനെ എതിർക്കുമ്പോൾ ആ എതിർത്തതിന്റെ ഒരു കാരണതായിട്ട് എന്ത് ചെയ്താൽ മനസ്സിലാക്കിയത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇവിടെ നമ്മൾ സംസാരിച്ചത്. ഇനിയിപ്പോ ഉസ്താദ് നമ്മളിപ്പോ ഈ വിഷയം നമ്മളിത് സംസാരിച്ചു നോക്കുമ്പോൾ അഥവാ കറാമത്ത് എല്ലാ അത്ഭുതങ്ങളും കറാമത്തല്ല. പക്ഷെ ആ കറാമത്ത് ആരിൽ നിന്ന് പ്രകടമായി എന്നുള്ളതാണല്ലോ നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ അത് പറയുന്ന സമയത്ത് ഈ ജദ്ബിന്റെ ഹാലിലുള്ള ഔലിയാക്കളുണ്ടാവും, അവർക്ക് തെക്കീഫില്ലല്ലോ ആ ഘട്ടത്തിൽ. അപ്പൊ ശരീഅത്തിന് വിരുദ്ധമായ ചില സംഗതികൾ അവരിൽ നിന്ന് കണ്ടെന്ന് വന്നേക്കാം. പക്ഷെ അവരിൽ നിന്ന് അപ്പോഴും അത്ഭുതങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് കറാമത്തല്ലേ എന്ന് ചോദിച്ച് ഇവര് സാധാരണക്കാരെ വിശ്വാസാക്കാൻ ശ്രമിക്കാറുണ്ട്. അതെ, അവിടെ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഈ ഗൈബത്ത് ഉണ്ടായിക്കൊണ്ട് മഹാന്മാരിൽ നിന്ന് പലതുണ്ടായി. ഇത് മഹാന്മാര് മശൂർ വിലാത്തി സ്ഥിരപ്പെട്ട ആളെ പറ്റി നമ്മൾ പറയുന്നത്. അവരിൽ നിന്ന് ഇനി ജസ്ബിന്റെ അവസരത്തിലുണ്ടായാലും നമുക്ക് കറാമത്താന്ന് മനസ്സിലാക്കാം. പക്ഷെ ജസ്ബിന്റെ അവസരത്തിലുള്ളതിനെ ഫോളോ ചെയ്യരുത് എന്നാര് പറയുന്നുണ്ട്? ലം യുഹ്തജ്ജ, അത് യുദ്ധത്തിൽ എടുക്കാനും പാടില്ല, തെളിവിന് എടുക്കാനും പാടില്ല. അങ്ങനെ സംബന്ധിച്ച് ഇപ്പൊ ഉദാഹരണത്തിന് ചില മഹാന്മാരെ പറ്റി അവിടെ ഒരു കാര്യം കൂടി വ്യക്തത ഞാൻ വരുത്തുകയാണ്. ചില മഷൂറിൽ വിലായത്തുള്ള മഹാന്മാരെ പറ്റി അവര് സ്വർണ്ണമോതിരം ധരിച്ചിരുന്നു, വള ധരിച്ചിരുന്നു, ഇങ്ങനെയും പറയാറുണ്ട്. അത് മഹാന്മാരെ പറ്റി മാത്രമല്ല, അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ബറാ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടുവസ്ത്രം കൊടുത്തിരുന്നു, അതുപോലെ തന്നെ സ്വർണം കൊടുത്തിരുന്നു എന്ന് കാണാം. അതൊക്കെ ലില്ലത്തിൻ എന്നാണ് ആ പറഞ്ഞത്. അത് ഔലിയാരോട് കൊടുത്തതല്ല. ഇവര് പറഞ്ഞ ഔലിയാക്കൾക്ക് അത് ബാധകമല്ല, ഓൽക്ക് ഇതൊക്കെ ധരിക്കാം. അങ്ങനെ നബിസ്വല്ലാസ്മതങ്ങൾ ചിലർക്ക് പട്ടു കൊടുത്തുന്നല്ലോ ധരിക്കാന്. അത് ഔലിയ ആയതുകൊണ്ട് കൊടുത്തതല്ല, ഇലാജിന് വേണ്ടി. അങ്ങനെ തന്നെ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ചൊറി ഇതൊക്കെ ഉണ്ടായപ്പം പട്ടുവസ്ത്രം, സാധാ വസ്ത്രം ധരിച്ചാൽ അതിന്റെ റിയാക്ഷൻ ഉണ്ടാവും. അപ്പൊ പട്ടുവസ്ത്രം ധരിച്ചാൽ ചിലപ്പോ ചികിത്സയുടെ ഭാഗമായിട്ട് അങ്ങനെ നബിസ്വല്ലാസ്മതങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണ മൂക്ക് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്.
മൂക്ക് മറ്റുള്ളത് കൊണ്ട് വെച്ചപ്പോ യുദ്ധത്തിൽ മൂക്ക് പോയിട്ട് ഒരു സഹാബിക്ക് മൂക്ക് എന്ത് ചെയ്തു, ആദ്യം വള്ളി കൊണ്ട് വെച്ചു, അതിലെ ദുർഗന്ധം വരാൻ തുടങ്ങി. അപ്പൊ സ്വർണം കൊണ്ട് വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഇലാജിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. അത് ശരീഅത്ത് തന്നെയാണ്, എന്തല്ല ഔലിയ, അത് ശരീഅത്തിന്റെ ഭാഗമാണ്. ഇലാജിന്റെ ഭാഗമായിട്ട് നജസ് ശരീഅത്ത് പുരട്ടരുത് എന്നാ. അദ്ദേഹത്തിന് ഇലാജിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം, അത് ഔലിയ അതുകൊണ്ടല്ല എന്നതുപോലെ. അതുപോലെ തന്നെ ചില മഹാന്മാരൊക്കെ അവര് ചിലപ്പം പിന്നെ ഈ ശീലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മൂതര രൂപത്തിൽ റസൂലുള്ളാന്റെ ശീല് മൂതരായിരുന്നു. അപ്പൊ അതിനോട് ഇത്തിവായിട്ട് ശീലുണ്ടാക്കാൻ വേണ്ടി അത് ധരിക്കാനല്ല, തഹത്തമ പറഞ്ഞാൽ മൂതരുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ശീലുണ്ടാക്കുക എന്നുള്ളതാണ് ആ പറഞ്ഞ തഹത്തമ എന്നാണത്. ശീലുണ്ടാക്കുക എന്നുള്ള മൈനാക്ക് ഉണ്ടാവും. അങ്ങനെ ആണ് ശരീരത്തിന് വിരുദ്ധമായത്. ഓൽക്ക് ഔലിയായതോട് പറ്റുന്നുള്ളതല്ല. അങ്ങനെ സ്വർണം ഔലിയാക്കൾക്ക് പറ്റുന്നു മമ്പുറം തങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഭാഗത്ത് വരട്ടെ, ആ മൗലിദ് എഴുതിയ ഏതെങ്കിലും ഉലമാവ് ഒരു വരട്ടെ ഔലിയാക്കൾക്ക് ഇങ്ങനെ മോതിരം ധരിക്കാൻ പറ്റും എന്നുള്ള ഒരു വരട്ടെ, അതിന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ഇബാർത്തിലാർക്കും എന്ത് ചെയ്യും, ഒരു ഇമാമിന്റെ എന്തെങ്കിലും കാണിക്കാൻ കഴിയില്ല. അപ്പൊ ഇതൊക്കെ തൈബീലുള്ളതാണ്. അതിനാണ് വഖാഇഉൽ അഫ്ആലി തുഖ്സാ ബി സൗബിൽ ജമാൽ എന്നാണ് ഷാഫി ഇമാം പറഞ്ഞത്. ഇങ്ങനെ വാക്യത്തിൽ നമ്മളൊരു പൊതു നിയമം ശരീഅത്തിൽ വന്നു കഴിഞ്ഞാൽ ആ പൊതു നിയമത്തിനെതിരെ ആയിഷ ബീവി ഇങ്ങനെ ചെയ്തിരുന്നല്ലോ, നബി അങ്ങനെ, ഒരു സാഹിബ് ഇങ്ങനെ ചെയ്തണല്ലോ എന്ന് ഒരു പൊതു നിയമം അയിമത്ത് ചെയ്ത് പറഞ്ഞാൽ അതിനെതിരെ പിന്നെ ഈ വാക്യത്തെ എടുത്തിട്ട് നഖ്ദ് ചെയ്യാൻ പാടില്ല. ഇത് ഷാഫി മദ്ഹബിലെ ഒരു ഉസൂല. ഷാഫി മദ്ഹബിൽ നിന്നല്ല, എല്ലാ മദ്ഹബിലും ഉസൂലിൽപ്പെട്ട ഒന്നാണ് ഇത്. പൊതു നിയമം മുജ്തഹിദുകൾ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വാക്യത്തെ എടുത്തിട്ട് ഇതിനെ നഖ്ദ് ചെയ്യാൻ പറ്റും. കാരണം അതിനെന്തെങ്കിലും എന്തുണ്ടാവും, വിശദീകരണം ഉണ്ടാവും, തൈവീൽ ഉണ്ടാവും. ചിലപ്പോൾ നമുക്കതറിയില്ല, അത് മുജ്തഹിദുകൾക്ക് അറിയാം. അതിനാണ് ഷാഫി ഇമാം ഒരൊറ്റ വാചകമാണ് തുഖ്സാബി സൗബിൽ ജമാൽ. അതിന് നല്ല വ്യാഖ്യാനം കൊടുത്തവിടെ പുതപ്പിച്ച് മൂടി കിടത്തിയാൽ മതി. അത് പൊതു നിയമത്തിന് അതിലെന്ത് ചെയ്യണ്ട. അത് ഏത് മൗലിദിൽ കണ്ടാലും എവിടെ കണ്ടാലും അങ്ങനെയാണ് അതിന്റെ. ഇതൊന്നും പൊതു നിയമം ഇതൊന്നും ഇമാമുമാർ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ അപ്പപ്പോ കിട്ടുന്നത് ഉപ്പയാക്കിയിട്ട് പറയുന്ന ചില ആളുകളുണ്ട്. അള്ളാഹുത്തല അവരെ നന്നാക്കട്ടെ. അതെ. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് കള്ളത്വരീഖത്തുമായി ബന്ധപ്പെട്ട് എന്താണ് അഹ്ലുസുന്നക്ക് പറയാനുള്ളത് എന്നതാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഈ വിഷയം പറയാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഈ പരിശുദ്ധമായ മക്കത്തുൽ മുകറമ തന്നെയാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളും അതിന് തയ്യാറായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഹിദായത്ത് നിലനിർത്തട്ടെ. ഈ കള്ളത്വരീഖത്തുകാർ അവരുടെ ഷർറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.